ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരാൾ ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുന്നത് മനുഷ്യനാണെങ്കിൽ അത് ജായിസും മുബാഹുമായ കാര്യമാണ്. നമ്മുടെ ശബ്ദം കേട്ടൊരു മനുഷ്യൻ നമ്മൾ സഹായിക്കുമെന്നുണ്ടെങ്കിൽ, അഥവാ ജിന്നുകളോട് സഹായം ചോദിക്കുന്നുവെങ്കിലോ പ്രവാചകന്റെ ജീവിതത്തിൽ യാതൊരു ഇത്തിബാവുമില്ലാത്തൊരു കാര്യം മാത്രമല്ല, അത് ഷിർക്കിലേക്ക് വഴിവെക്കുന്ന വസീലത്ത് ഷിർക്കാണ്, അത് ഹറാമാണ്. അതാണ് ഇതിന്റെ വിധി. അതുപോലെ ഇസ്തിആദ, കാവൽ തേടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാവൽ തേടുന്നു, അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നു. കാരണം എന്താ? കള്ളന്മാരെന്ന് വരാതിരിക്കാൻ വേണ്ടി, വീട് കാക്കാൻ വേണ്ടി പട്ടിയെ വളർത്തുന്നു. അത് ശിർക്കാവൂ? ഈ പറയുമ്പോൾ അത് ശിർക്കാകണ്ടേ? വീടിന്റെ കാവലിന് വേണ്ടി പട്ടി വളർത്തുന്നു, അത് ശിർക്കാണോ? കാരണം പട്ടിയോട് നമ്മൾ പറയുന്നില്ലെങ്കിലും ചില പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും. ആ പട്ടി നമുക്ക് വേണ്ടി സേവനമൊക്കെ ചെയ്യുന്ന പട്ടിയോട് നമ്മൾ സഹായം ചോദിക്കുന്നു, ആ പട്ടി നമ്മളെ സഹായിക്കുന്നു, കടനെ വീടിനകത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പൊ പട്ടി വളർത്തിയാൽ മുശരിക്കാവുമോ? പോട്ടെ, സെക്യൂരിറ്റി വെച്ചാൽ മുശരിക്കാവുമോ? നമ്മുടെ വീട്ടിൽ നമ്മൾ ആളില്ലാത്തപ്പോഴോ ആളുള്ളപ്പോഴോ നമ്മുടെ വ്യവസായശാലകളിലോ നമ്മുടെ ഫാക്ടറികളിലോ നമ്മുടെ വീടുകളിലോ നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണം. വന്നു പോകുന്നവരുടെ എല്ലാം ഫോട്ടോ എടുക്കാൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. ഇത് ശിർക്ക് വരുമോ? ഈ മരുഭൂമിയിലെ പ്രശ്നം ശിർക്കാണെങ്കിൽ പട്ടി വളർത്തലും ശിർക്കാകും, സെക്യൂരിറ്റി വയ്ക്കലും ശിർക്കാകും, ക്യാമറ ഫിറ്റ് ചെയ്യലും ശിർക്കാകും, ഇതൊക്കെ ശിർക്കാകും. അല്പമെങ്കിലും ബോധത്തോടും വിവരത്തോടും കൂടി പറയേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ? ഇതിന്റെ പേരിൽ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒറ്റക്കെട്ടായി എല്ലാ മുജാഹിദ് പ്രവർത്തകന്മാർക്കും തൗഹീദിന്റെ മേഖലയിൽ ഒറ്റക്കെട്ടായി നിന്നൂടെ? ഇതാരെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയാ? അപ്പൊ ഇതിന്റെ പുറകിൽ എന്തോ ഒളി അജണ്ടയുണ്ട്. സംഭവം 2004 ഒരു തർക്കം, മണ്ണാർക്കാട് സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ 2004 ഒരു പ്രശ്നം മിണ്ടാതെ പൊതിഞ്ഞുകൊണ്ട് നടന്നിട്ട് 2012 എന്തിനാ ഈ പൊതി അഴിച്ചത്? കാരണം 2012 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ്, പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും അധികാരങ്ങളും കൌൺസിലറും ഒക്കെ വരുന്നത്. അപ്പോ ഈ പുതിയ തലമുറയെ അങ്ങനെ തന്നെ വെട്ടി നിർത്തി മാറ്റിവെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെ കാര്യമിരിക്കും. അത്രേ ഉള്ളൂ. വസ്തുത അതാണ് സത്യം. അല്ലെങ്കിൽ ഇവർ നന്നാക്കാൻ വേണ്ടിയാണ് 2004 പ്രശ്നമുണ്ടായപ്പോൾ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യണം? 2004 പ്രശ്നം 2004 തീർക്കണം. സ്വന്തം മക്കളുടെ പ്രായം, ഈ നേതാക്കന്മാരുടെ മക്കളുടെ പ്രായമുള്ള ആളുകളായി കൂടുതലുള്ളത്. മോർണിംഗ് വന്നതെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ആ കാര്യം പറഞ്ഞ് വല്ല തെറ്റോ ശരിയോ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് പറഞ്ഞ് ഗുണദോഷിക്കണ്ടേ? മുതിർന്നവരുടെ ബാധ്യതയല്ലേ? മസ്ഊലിയത്തുണ്ടല്ലോ. തന്റെ കീഴിലുള്ള ആളുകളെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ. അത് ശറയിൽ അല്ലാഹു റസൂൽ ഏൽപ്പിച്ചതല്ലേ? ആ ബാധ്യത നിർവഹിച്ചോ? എന്നിട്ട് അങ്ങനെ വെട്ടി നിർത്തുക, നിരങ്കുശം വെട്ടി നിർത്തുക, വാ തുറക്കുന്നവനൊക്കെ കഴുത്ത് വിട്ടുക. അതുമാത്രമല്ല, രണ്ടാമത്തെ കാര്യം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ആ പരിപാടി കേൾക്കരുത്, ഇന്ന യോഗത്തിൽ പങ്കെടുക്കരുത്, ഇന്ന ആളുകൾ പറയുന്നത് കേൾക്കരുത് എന്ന് സർക്കുലർ അയച്ചൊരു ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? കാരണം ഇത് കേട്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാകും, സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകും, ഇവർ കൊള്ളരുതാത്തവരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടും. അതാ പ്രശ്നം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ പ്രസംഗങ്ങളോ സംസാരമോ കേൾക്കാൻ പോകരുത്. നമ്മൾ അങ്ങനെയല്ലല്ലോ. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന മിൻഹു എന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്. പറയുന്നതൊക്കെ നന്നായി കേൾക്കുക, നല്ലത് ഉൾക്കൊള്ളുക. അതാണ് ഖുർആൻ പറയുന്നത്. ഇപ്പൊ ഹുസൈൻ മടവൂർ സംഘവും പിരിഞ്ഞുപോയി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2 വോട്ടിന്റെ വ്യത്യാസത്തിൽ, 2 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അത്രയും വലിയ ശക്തിയായിരുന്നു ഹുസൈൻ മടവൂരിന്റെ മുജാഹിദ് വിഭാഗം. അവർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ KNM നേതൃത്വം സർക്കുലർ അയച്ചില്ല, എവിടെയും സർക്കുലർ അയച്ചില്ല. മടവൂർ സംഘവും പറഞ്ഞ് എന്താണെന്ന് കേൾക്കാൻ പോകരുത്, ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് സർക്കുലർ അയച്ചിട്ടില്ല. മടവൂർ സംഘത്തെയും പുറത്താക്കിയത് ചില പ്രശ്നങ്ങളുടെ പേരിലാണ്, അവരെ പുറത്താക്കിയിട്ടില്ല. സുബൈർ മങ്കടയുടെ സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ടെന്ന് പറഞ്ഞ് പുസ്തകം എഴുതി കേരളം മുഴുവൻ പ്രചരിപ്പിച്ചു മലയാളത്തിൽ. ആ സുബൈർ മങ്കട യോഗത്തിന്റെ പരിപാടി പങ്കെടുക്കരുത് എന്ന് KNM നേതൃത്വം സർക്കുലർ അയച്ചിട്ടില്ല. എന്താണ് ഒളിച്ചു വയ്ക്കുന്നത്? എന്താണ് മറച്ചു വയ്ക്കുന്നത്? എന്താണ് ഈ പൊതിക്കുള്ളിലുള്ളത്? എന്താണ് ഈ ദഅവ പ്രവർത്തകർ, തൗഹീദിന്റെ പ്രവർത്തകന്മാരെ, ഈ പണ്ഡിതന്മാരെ, ഈ യുവതലമുറയെ എന്തിനാണ് വെട്ടിനിർത്തിയത്? എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്ത് നെടുകെ പിളർന്നത്? എന്തിനാണ് ഈ ഫിത്നയുണ്ടാക്കിയത്? പിന്നെ പുറത്തു വന്ന വാർത്തകൾ എന്താ? പത്രങ്ങളിലും ടിവികളിലൊക്കെ വന്ന വാർത്തകൾ എന്താ? പല മഹാന്മാരെ സംബന്ധിച്ചുമുള്ള എത്രയോ തഖ്വയിൽ അധിഷ്ഠിതമായ തട്ടിപ്പിനെ സംബന്ധിച്ച പേപ്പറുകളും പത്രങ്ങളൊക്കെ ചിത്രങ്ങളോടൊപ്പം പത്രങ്ങളിൽ വാർത്തകൾ വന്നത്. അതിനുവേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്? ഡോക്ടർ അബ്ദുൽ അസീസ് സാഹിബ് എന്റെ സ്നേഹിതനാണ്. പക്ഷേ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്നു. കായംകുളംകാരനാണ്. 10-30 വർഷത്തെ ബന്ധം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഒരു നേതാവാണ്. 30 കൊല്ലത്തിലധികമായി അദ്ദേഹം
ഈ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കണം. അദ്ദേഹം കഴിഞ്ഞതിലൊക്കെ ഇസ്ലാം നിങ്ങൾ വായിച്ചു നോക്ക്. അദ്ദേഹം ടി പി അബ്ദുൽ ഖായ മദനി തുറന്ന കത്തെഴുതിയിട്ട് ഇസ്ലാം മാസികയിൽ പരസ്യം ചെയ്തിട്ട് അത് 2 കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളുടെ പുറകിൽ 2 കാര്യങ്ങളായിരിക്കാം എന്ന് ഞാൻ സംശയിക്കുന്നു. ഒന്ന് ധാർമ്മികം, പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് സാമ്പത്തികമായ എന്തോ തിരിമറി. അല്ലാതെ ഇങ്ങനെ പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി കേരളം മുഴുവൻ പകലുകൾ അലഞ്ഞു തിരിഞ്ഞ് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഓടിപ്പാഞ്ഞെന്ന് പ്രസംഗിച്ചു നടന്ന ആരോഗ്യവും ആവതൊക്കെ നഷ്ടപ്പെട്ട ഈ പുതുതലമുറയെ വെട്ടിനിരത്തി നശിപ്പിക്കാൻ എന്താ കാരണം? ഈ കാരണം നിങ്ങൾ ചോദിക്കണം. ഏതെങ്കിലും മുതലാളിമാരുടെ സൗജന്യം പറ്റിക്കൊണ്ട് ഏതെങ്കിലും അറബികൾ കൊടുത്ത പള്ളിയുടെ മൂലയ്ക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് തൗഹീദിന്റെ ആളുകളെ ആക്ഷേപിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, എന്താ ഇതിന്റെ കാരണം? ഞാൻ മർദ്ദിക്കപ്പെടാൻ എന്താ, എന്നെ ഒരാൾ അടിക്കുകയാണ്, സർ നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത് ചോദിക്കാനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ? ഞാൻ തിരിച്ചു തല്ലുന്നില്ല. ഒരാൾ എന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അയാളോട് പറയാം, സാർ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. വിനയത്തോടും ചോദിച്ചൂടെ? അതിന് മറുപടി കിട്ടണ്ടേ? 2 കൊല്ലത്തോളമായല്ലോ, ഏതാണ്ട് 1.5 കൊല്ലമായി മറുപടിയില്ല. അവഗണിക്കുകയാണ്. വെട്ടിനിരത്തുക, അവഗണിക്കുക, തനിക്ക് തോന്നും പോലെ മുമ്പോട്ട് പോവുക. ഒരു അഹങ്കാരത്തിന്റെ മഹാപ്രയാണം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന? സർവശക്തനായ അള്ളാഹു നീതിമാനും കാരുണ്യവാനുമാണ്. അള്ളാഹുവിന് ജലാലത്തിന്റെ ഇസ്മിന്റെ വസ്ഫ് ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് അർ-റഹ്മാനും അർ-റഹീമുമാണ്. ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമാണ് അള്ളാഹു. സത്യം സത്യമായി പുലരും. ഇന്നല്ലെങ്കിൽ നാളെ. ഒരിക്കലും അന്യായം ചെയ്യുന്ന ആളുകൾ ഈ ഭൂമിയിൽ വിജയിച്ചിട്ടില്ല. കാറൂനോ ഹാമാനോ ഫിറഔനോ ഒന്നും വിജയിച്ചിട്ടില്ല. നിശ്ചയമായി സത്യം വിജയിക്കും. ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വിജയിക്കും. തീർച്ചയായും അള്ളാഹു സത്യത്തെ സഹായിക്കും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സഹായിക്കേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഇൻ തൻസുറുക്കുമുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കുമെങ്കിൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു അടിയുറപ്പിച്ച് നിങ്ങളെ നിർത്തുകയും ചെയ്യും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആരോടും ശത്രുതയില്ല, ആരോടും വിരോധമില്ല, പകയില്ല. നമ്മളുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. പക്ഷെ എന്തിനു സംഭവിച്ചു നിങ്ങൾക്കറിയാമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 10-15 വർഷക്കാലമാണ് ഏറ്റവും സജീവമായ പ്രവർത്തനം നടന്നത്. കാരണം എന്താ? നമുക്കെപ്പോഴും പ്രസംഗിക്കാൻ തയ്യാറായ ഒരു 100-100ഓളം പണ്ഡിതന്മാർ എപ്പോൾ വിളിച്ചാലും കിട്ടും. ഏത് സമയത്തും പകൽ മുഴുവൻ സ്കൂളുകളിലും അറബി കോളേജുകളിലും പണിയെടുക്കുക. എന്നിട്ട് വൈകുന്നേരം 5 മണി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക? ഒരു കട്ടൻ ചായ കുടിച്ചാലായി, കുടിച്ചില്ലെങ്കിലായി. അടുത്ത ബസ് പിടിക്കുക. കേരളത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ. മംഗലാപുരത്ത് ജോലി ചെയ്യുന്ന ഒരു അധ്യാപകരാണെങ്കിൽ രാത്രി 8 മണിയാകുമ്പോഴേക്ക് മൂവാറ്റൊന്ന് പ്രസംഗിക്കുക. എന്നിട്ട് തമിഴിന്റെ ലോറിക്ക് കൈനീട്ട് കാണിച്ചിട്ട് തമിഴിന്റെ വണ്ടികൾ മാറി മാറി കയറി പിറ്റേ ദിവസം ജോലിക്ക് ഹാജരാവുക. പോകുന്ന വഴിക്ക് ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് 2 ദോശയുള്ള വെള്ളവും കുടിച്ചിട്ട് വിശപ്പടക്കുക. ഇങ്ങനെ ത്യാഗം സഹിച്ച ഈ പണ്ഡിതന്മാരെയാണോ തെരുവിലിട്ട് ഇങ്ങനെ പേപ്പട്ടികളെ പോലെ നിങ്ങൾ തല്ലിക്കൊല്ലുന്നത്? ഈ വെട്ടിനിർത്തിയ പണ്ഡിതന്മാർ ഒരാളെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? ഏതെങ്കിലും പരാതി നിങ്ങൾക്കുണ്ടോ? അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ? അവർ നിങ്ങൾ പിടികൂടിയിട്ടുണ്ടോ? നിങ്ങളെ തെളിയിച്ചിട്ടുണ്ടോ? എന്തിന്റെ പേരില്ല? അപ്പോൾ മഹത്തായ പ്രസ്ഥാനത്തേക്ക് അതിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെയും അതിന്റെ ധനാഗമമായ മാർഗങ്ങളെയും അധികാര കസേരകളെയും ഒക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നാളത്തെ തലമുറ എന്നേ കൊന്നൊടുക്കിക്കൊണ്ട് അധികാരത്തെ അള്ളിപ്പിടിക്കുന്ന ഇനിയും ഒരുപാട് ആളുകൾ ഈ സത്യം മനസ്സിലാക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായി മുമ്പോട്ട് പോവുക. ഒട്ടും ഭയപ്പെടാതെ. സർവശക്തനായ അള്ളാഹു തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം നമ്മുടെ മാർഗത്തിൽ മുന്നേറുക. അതാണ് നമ്മുടെ ബാധ്യത. സർവശക്തനായ അള്ളാഹു നമ്മുടെ സതുദ്ദേശത്തോടു കൂടിയുള്ള അള്ളാഹുവിൽ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും മാർഗവും സ്വീകരിച്ചുകൊണ്ടുള്ള ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടിയുള്ള നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ മഹത്തായ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശിർക്ക് കുഫർ ബിദ്അത്തുകൾക്കെതിരെ അതിശക്തമായ ദഅവാ പ്രവർത്തനങ്ങളുമായി ഈ നാടിന്റെ നാനാഭാഗങ്ങളിലും കടന്നുപോകുന്ന ഒരു അവസരം സർവശക്തനായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ പടച്ചവൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദാത്തുകളും അഅ്മാലുസ് സാലിഹാത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.